ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചത് കൊച്ചിയിലാണ്. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് തലേ ആഴ്ച തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോൾ പോകണം, അതിൻ്റെ ടിക്കറ്റ് ബുക്കിങ് എല്ലാം നല്ലവണ്ണം നേരത്തെ തന്നെ റെഡിയാക്കി. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഫ്ലൈറ്റിനായാലും പ്രയാസം, അല്ലെങ്കിൽ ബസ്സിനാണെങ്കിലും ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ KSRTC രാജഹംസ സ്ലീപ്പ് ലൈക്ക് എ ബേബി, അതിനകത്താണ് നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു ബസ്സിൽ 2 സീറ്റ് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. അങ്ങനെ കൊച്ചിയിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ കേരളത്തിലേക്ക് കടന്നപ്പോൾ തന്നെ പെരും മഴ. എനിക്കങ്ങ് ഭയങ്കര നിരാശയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാൻ പോയപ്പം പെരുമഴ ബാംഗ്ലൂരിൽ. എങ്ങനെയെന്നറിയത്തില്ല, ഒരു തരത്തിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. കുറേ നേരം വെയിറ്റ് ചെയ്ത്, ബസ്സൊക്കെ ലേറ്റായിരുന്നു, മഴയൊക്കെ ആയിരുന്നുണ്ട്. അങ്ങനെ പോയി. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് ചെന്നെത്തിയപ്പോഴേക്കും പെരുമഴ. എനിക്ക് ഭയങ്കര നിരാശയായി. ഓണം വെറും മഴയത്ത് കുളമാകുമോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ വളരെ വിഷമിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോയി. ഏകദേശം പാലാരിവട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ അങ്ങ് മഴയൊന്നുമില്ല. പക്ഷേ എനിക്ക് പിന്നെയും വീണ്ടും നിരാശയായി. ബാംഗ്ലൂരിലൊക്കെ ഓണത്തിൻ്റെ കുറേ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൊച്ചിയിലെത്തിയപ്പോൾ ഒന്നും കാണാനില്ല. അവിടെ TV-യിൽ മാത്രമേ ഓണം ഉള്ളെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറേ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചില ഭാഗങ്ങളിലൊക്കെ പൂക്കളൊക്കെ വിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓണമെല്ലാം നമ്മൾ കേരളത്തിലാണ് ഇപ്രാവശ്യം നടത്തിയത്. അതിനുശേഷം ഓണത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാ വിഭവങ്ങളും 5 മണിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി. ഏകദേശം 1 മണിയായപ്പോൾ എല്ലാം ഫിനിഷായി. നമുക്ക് ഉച്ചയ്ക്ക് സമൃദ്ധമായ ഓണം ഇലയിലുണ്ടു. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫോട്ടോഷൂട്ടും കൂടെ അന്നേരം തന്നെ നമ്മൾ എടുത്തിരുന്നു. അത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ലുലു മാളിൽ പോയി. ലുലു മാളിൽ പോയി അവിടെയാണ് ഓണാഘോഷം. അവിടെയും ഓണാഘോഷം ഒത്തിരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജോസ്കോയിലൊക്കെ പോയി. അത് കഴിഞ്ഞ് നോസ്പിൻ എടുത്തു. പിന്നെ നമ്മൾ മാക്ഡൊണാൾഡിൽ വന്ന് മാക്ഡൊണാൾഡിൽ നിന്ന് ഒരു ക്യാപുച്ചിനോയും ക്രോസിനും ഒക്കെ കഴിച്ചു. ജാക്കിനും ബർഗറാണ് കഴിച്ചത്. അതിനുശേഷം കുറേ അവിടെയൊക്കെ കറങ്ങി. ലുലു മാളിൻ്റെ പലവിധ ഫോട്ടോഷൂട്ടുകളാണ് കാണുന്നതൊക്കെ നിങ്ങൾക്ക്. അപ്പം ലുലു മാളിൽ ഓണം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ഷോപ്പുകളും വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ലുലു മാളും നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ചില ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനായിട്ട് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. പിന്നെ ചില ഹോർഡിങ്സ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ചില പ്ലേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞാൻ തന്നെ സെൽഫി എടുത്തു. ജാക്കുവിന് ആ സമയത്ത് ചർച്ചിലൊക്കെ പോയി, സാറ്റർഡേ ആയിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ നിന്ന് സെൽഫിയാണ് മിക്കവാറും ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം പല ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് വാങ്ങണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. നമ്മൾ നോസ്പിൻ മാത്രമേ വാങ്ങിയുള്ളൂ. അത് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചല്ല, എന്നിരുന്നാലും കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അത് വാങ്ങി. അതിന് ശേഷം പല സ്ഥലങ്ങളിൽ ഇതുപോലെ പക്ഷിയുടെ രൂപത്തിലുമൊക്കെ നമ്മൾ ചില ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ സെറ്റ് സാരിയാണ് ഉടുത്തത്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് നടക്കുന്നതൊക്കെ. എന്നിരുന്നാലും കേരളത്തിൽ വന്നാൽ മാത്രമേ സാരി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കേരള സാരി കേരളത്തിൽ തന്നെ വന്ന് ഉടുത്തു. അങ്ങനെയാണ്. നമുക്ക് ബാംഗ്ലൂരിലാണ് അതിനുള്ള സ്കോപ്പൊന്നുമില്ല. പിന്നെ വീട്ടിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ തന്നെ അതിലെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും യാക്കോൻ തിരിച്ചു വന്നു. പിന്നെ വീണ്ടും അതിലെ കൂടെയൊക്കെ നടന്ന് നമ്മൾ കുറച്ചുകൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെയാണ് ചെയ്തത് ലുലു മാളിലെ ആഘോഷം. പക്ഷേ ലുലു മാളിൽ ഓണത്തിൻ്റെ അന്ന് ഭയങ്കര അവിടെ ഒരു പ്രത്യേക സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ അവിടെ അവർ പലതരത്തിലുള്ള ഓണത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം ഈ ഓണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണേലും അവർ ഗാനമേളയും ഓണത്തിൻ്റെ പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേളിലത്തെ ആ ഒരു ഫ്ലോറിൽ നിന്ന് താഴെയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരമൊക്കെ വാച്ച് ചെയ്തു. പക്ഷെ ഭയങ്കര നോയ്സായിരുന്നു, ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ പോയി എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓണം ആഘോഷിച്ചു ഇപ്രാവശ്യം ലുലു മാളിൽ. പക്ഷെ സാധാരണ നമ്മൾ ലുലു മാളിൽ പോകുമ്പോൾ നേരെ
ഫുഡ് കോർട്ടിലോട്ട് കയറുക, അതിനകത്തൊക്കെ ഓടി നടക്കുക, കുറച്ചൊക്കെ ഷോപ്പ് ചെയ്യുക. ഇപ്രാവശ്യം പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു, ഒന്നും ഷോപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പോവുക, കാണുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ വാങ്ങിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ചില ഷോപ്പിലൊക്കെ കയറിയായിരുന്നു. പിന്നെ കയറി വെസ്റ്റ് സൈഡിൽ കയറിയായിരുന്നു ഞാൻ. വെസ്റ്റ് സൈഡിൽ കയറി ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പോൾ അതാണ് ചെയ്തത്. ഓണത്തിൻ്റെ ഒരു ഷോപ്പിംഗ് എന്ന് പറയാൻ കൊച്ചിയിൽ നിന്ന് ചെയ്തത്. മൂക്കുത്തി ഒഴിച്ചത്, മൂക്കുത്തി ഡയമണ്ട് മൂക്കുത്തിയാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കൂടെ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കണ്ട് കുറേ നേരം നിന്ന് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ അതായിരുന്നു നമ്മുടെ ഓണം കൊച്ചിയിൽ, ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ കൊച്ചിയിലുണ്ടായിരുന്നത്. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഫിഷൊക്കെ ആയിട്ട് ഫിഷ് കറി മീൽസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ സൺഡേ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ സൺഡേ വൈകുന്നേരം നമ്മൾ പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും ഒന്നുകൂടെ അറിയിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഓണത്തിന് ഞാൻ ലുലുമാളിൽ പോയപ്പോൾ ഓരോ ഷോപ്പിലും മുന്നിലും ഭയങ്കരമായിട്ട് ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. എന്നാലും ഞാനും കുറച്ചാനൊക്കെ ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഞാനും കൂടെ പോയിരുന്നു ഫോട്ടോഷൂട്ട് പോലൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ ഷോപ്പ് ഓണേഴ്സൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഓണം. പക്ഷേ എല്ലായിടത്തും പല രീതിയിലുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ചേർന്ന് ഞാൻ സെൽഫിയൊക്കെ എടുത്തു. ഇതൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും കയറി കണ്ടിട്ടില്ല. ഇതൊക്കെ മേളിലത്തെ ഫ്ലോറിലാണ്. അപ്പം കുറച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പുതിയ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എല്ലാ ക്ലോത്തിൻ്റെയൊക്കെ ഷോറൂമിലൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത ബൊമ്മകളും ഒക്കെ കാണാൻ സാധിച്ചു. ഞാനും അതോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെയാണ് ചെയ്തത്. ഇത് ആ ഷോപ്പിലുള്ള പയ്യൻ തന്നെ വന്ന് നമുക്ക് വീഡിയോ എടുത്ത് തരികയായിരുന്നു ചെയ്തത്. അപ്പം ആ സെയിം സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് സാരികളൊക്കെ ഉള്ള ഒരു മോഡൽസ് നിന്ന് അപ്പോൾ ഞാനും അതുപോലെയൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്നു. പിന്നീട് അവിടെയുള്ള മറ്റ് ഫ്ലോറുകളിലേക്കൂടെ പോവുകയായിരുന്നു ചെയ്തത്. എല്ലാവിടവും നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്കതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. മേളിൽ നോക്കുമ്പോൾ താഴേക്ക് നല്ല ഡെക്കറേഷൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു ലുലുമാളിൽ പ്രാവശ്യം. പിന്നെ ഇതാണ് അവിടെ ഓണം സെലിബ്രേറ്റ് ഓണം വിത്ത് ലുലുമാൾ അങ്ങനെയുള്ളൊരു ഹോർഡിങ് വെച്ച് അവിടെയുള്ള ഓണം സെലിബ്രേഷനാണ് ഇവിടെ. ഭയങ്കര സൗണ്ടായിരുന്നു. എന്നാലും അവിടെ കുറേയധികം DJ പാർട്ടികളൊക്കെ വന്ന് ഓണത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ ഓണം ഒരുപാട് ആളുകൾ അവിടെ പല ഫ്ലോറിലായിട്ട് വാച്ച് ചെയ്തു. പിന്നെ അവിടെ ഒരു റോബോട്ടിനെ വെച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു റോബോട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നും പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓരോ സ്റ്റാച്യൂസും മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഫുൾ സൈസിലുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്തത്. ഇത് നമ്മുടെ വീടിൻ്റെ താഴെ നിന്നെടുത്ത ഫോട്ടോസൊക്കെയാണ്, പോകുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്നതാണ്. ഇത് വീടിനുള്ളിലിരുന്ന് പോകുന്നതിന് മുമ്പ് ഒരുങ്ങിയിട്ട് എടുത്ത ശേഷം എടുത്തുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ. ഇതൊക്കെ എൻ്റെ സെൽഫീസ് മാത്രമാണ് കേട്ടോ. ഇത് ഓണത്തിന് ഞാൻ എടുത്തൊരു ടിഷ്യൂ സാരിയാണ്.
ടിഷ്യൂ സാരിയിൽ ലൈൻസ് ഉള്ള ടിഷ്യൂ സാരിയാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്, എനിക്കിഷ്ടമായി. ഇത് ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ കേരളത്തിലൊരു പാരൻസിനെ കാണാൻ പോയപ്പോൾ കട്ടപ്പനയിൽ നിന്ന് എടുത്ത സാരിയാണ്. കുറച്ച് വില കുറവുണ്ടായിരുന്നു അവിടെ, അങ്ങനെയാണ് അത് വാങ്ങിയത്. ഇതൊക്കെ നമ്മുടെ ഹാളിൽ ഇരുന്നെടുത്ത ഫോട്ടോസാണ്. എല്ലാം ഓണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ലുലു മാളിൽ പോകാനായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് അതിൻ്റെ തലേദിവസം എടുത്താണ്. ഇത് ലുലു മാളിൽ പോകാനായിട്ടുള്ള ഫോട്ടോസാണ്. ഞാൻ ഇവിടുന്ന് മുല്ലപ്പൂവൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് പോയി. പക്ഷേ അത് 2 ദിവസം ഫ്രിഡ്ജിൽ നന്നായിട്ടിരുന്നു, നല്ല ഫ്രഷ് ലുക്കായിട്ടിരുന്നു. അപ്പോൾ ഇവിടുന്ന് മുല്ലപ്പൂ പോകുന്ന വഴിക്ക് വാങ്ങിയപ്പം അവിടെ ഇരിക്കുമല്ലെന്ന് അറിയത്തില്ല. എന്നാലും ചിലപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയിച്ചു. അങ്ങനെ നന്നായിട്ട് 2 ദിവസം ഓണത്തിൻ്റെ അന്നും പിറ്റേ ദിവസവും മുല്ലപ്പൂ യൂസ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഓണത്തിൻ്റെ സദ്യ കഴിഞ്ഞിട്ട് ഞാനൊരു സെറ്റ് മുണ്ട് കൊടുത്ത് ഫോട്ടോ എടുത്തതാണ്, ജസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കലങ്കാരി ഡിസൈനിലുള്ളൊരു സെറ്റും ഉണ്ടായിരുന്നു വിത്ത് കസവും. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പം എനിക്ക് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നുകൊണ്ട് ഞാൻ ഫോണിൽ വെച്ച് അതിൻ്റെ ഷാഡോ വെച്ചെടുത്ത ഫോട്ടോസൊക്കെയാണിത്. അവിടെ പിന്നെ ഗ്ലാസ് ആയിരുന്നുകൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ ഷാഡോ ശരിക്കും കിട്ടും, അതിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇത് കിട്ടും. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്നെടുത്ത ഫോട്ടോസൊക്കെയാണ്. രാവിലെ ഞാൻ ഓപ്പൺ കിച്ചണിൽ തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് കുക്കിംഗ് നടത്തിയത്. ഏകദേശം ഒരു 23 ഐറ്റംസ് നമ്മുടെ ഓണസദ്യയിലുണ്ടായിരുന്നു. അതായത് എല്ലാ ഐറ്റംസും, അതായത് നമ്മുടെ ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ കൊണ്ടാട്ടമുളക്, പപ്പടം, പിന്നെ നാരങ്ങാക്കറി, മാങ്ങാക്കറി, പുളിയിഞ്ചി, മാങ്ങ അച്ചാർ, ചമ്മന്തിപ്പൊടി, പിന്നെ ഓലൻ, കാളൻ, പിന്നെ പച്ചടി, ഇഞ്ചിപ്പച്ചടി, സാമ്പാർ, അവിയൽ, ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി. അതുപോലെ രസം, മോര് കാച്ചിയത്, പച്ചമോര്, പരിപ്പ് കറി ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഗോതമ്പ് പായസം ഞാൻ തലേദിവസം രാത്രിയിലുണ്ടാക്കി. പിറ്റേ ദിവസം നമുക്ക് ലിച്ചി പായസമായിരുന്നു. ലിച്ചി നമ്മുടെ കരിക്കും പായസം, അതിൻ്റെ മിക്സ് വാങ്ങിയിരുന്നു, അതിൻ്റെ അകത്ത് ലിച്ചിയും കൂടി ഇട്ടിരുന്നു. പിന്നെ ഉണ്ടാക്കിയ പായസം എന്താണെന്ന് വെച്ചാൽ പയറുപരിപ്പ് പായസം, നല്ല കടും പായസം പോലെ ഉണ്ടാക്കി. അതും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ. ഏതായാലും 1:30 ആയപ്പം കറക്റ്റ് ഇത്രയും വിഭവങ്ങളുണ്ടാക്കി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്, ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും. കാരണം ഇവിടുത്തെ പോലെയല്ല, അറേഞ്ച്ഡ് അല്ലായിരുന്നു. പിന്നെ ഇവിടെ 4 സ്റ്റൗ ഉണ്ട്, അവിടെ 3 സ്റ്റൗവിൻ്റെ ആയിരുന്നു. പിന്നെ എന്തായാലും എല്ലാം റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തത്. ജാക്കോനെടുത്തുന്ന ഫോട്ടോ ആണ്, അവൻ കൃത്യമായിട്ടൊന്നും എടുക്കില്ല. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, എക്സെപ്റ്റ് പിന്നെ എൻ്റെ സെൽഫി ഒഴിച്ചു. ഈ
സെൽഫിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഈ സെറ്റ് മുണ്ടും കാലങ്കാരി ഡിസൈനും ഞാനിതും കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓണസദ്യ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും ജാക്കുവിനൊക്കെ നിലത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. വാഴയിലൊക്കെ വെട്ടി നന്നായിട്ട് കഴിച്ചു. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെ സന്തോഷമായിട്ട് നമുക്ക് ഓണം ഇപ്രാവശ്യം ആഘോഷിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് കൂട്ടം വിഭവങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയത്. എല്ലാം നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾക്ക് നോക്കിയറിയാം എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നുള്ള കാര്യം. ഓണത്തിന് സദ്യ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും സാമ്പാറും അവിയലും കൂട്ടുകറിയൊക്കെ കുറച്ച് അധികമായിപ്പോയി. അതാണൊരു ഇത്. പിന്നെ അതെല്ലാം പിറ്റേ ദിവസം കളയേണ്ടി വന്നു. പിറ്റേ ദിവസം ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. ഇത് നമ്മൾ ട്രെയിൽ വെച്ച് ചെയ്യുന്ന അത്തപ്പൂക്കളമാണ്. അപ്പം ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണം.